കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വേദപുസ്തകം അതിയോടന്തം വായിക്കുമ്പോൾ കുറേയധികം സംശയങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ആവർത്തിച്ചുള്ള വായനയിലൂടെ അവ ദൂരീകരിക്കപ്പെടുന്നും ഉണ്ട്. ഒന്ന് രണ്ടാവർത്തി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ സൃഷ്ടികളെ സൃഷ്ടിച്ച് തീർന്ന ശേഷം അവയെ നല്ലത് എന്ന് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3, 4, 5 വചനങ്ങളെ എടുക്കാം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അവിടെ 4-ാം വചനത്തിൽ വെളിച്ചം നല്ലത് എന്ന് ദൈവം കാണുന്നു. 6-ാം വചനത്തിൽ വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ഇവിടെ നല്ലത് എന്ന് ദൈവം കാണുന്നില്ല. 9-ാം വചനത്തിലേക്ക് വരുമ്പോൾ ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കാണുന്നു. സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെയും ദൈവം നല്ലത് എന്ന് കാണുമ്പോൾ ദൈവം വെള്ളങ്ങളുടെ മധ്യേ വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. അതായത് ഭൂമി മുഴുവനും വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവം ഇത് 2ആയി വിഭാഗിക്കുന്നു. ഭൂമിക്ക് മീതെയുള്ള വെള്ളവും ഭൂമിയിൽ ഉള്ള വെള്ളവുമായി 2 തട്ടായി വെള്ളത്തെ ദൈവം വേർപിരിക്കുന്നു. അതിനെ നല്ലത് എന്ന് ദൈവം കണ്ടില്ല. പക്ഷേ നമ്മൾ 1-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ സൃഷ്ടിച്ച എല്ലാറ്റിനെയും ദൈവം നോക്കിയിട്ട് അത് ഏറ്റവും നല്ലത് എന്ന് ദൈവം കാണുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസത്തെയും സൃഷ്ടിപ്പിനെ എടുത്തു നോക്കുമ്പോൾ 2-ാം ദിവസത്തെ സൃഷ്ടിയെ ദൈവം നല്ലത് എന്ന് കണ്ടില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5, 6 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല എന്ന് നാം കാണുന്നു. മനുഷ്യർ പെരുകി തുടങ്ങിയപ്പോൾ ഭൂമിയിൽ അതിക്രമം വളരുന്നതായി നമ്മൾ 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണുന്നു. സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കുമെന്ന് ദൈവം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും ദൈവം കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് ദൈവം അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. അങ്ങനെ ഈ നാശത്തിൽ നിന്നും നോഹയെ രക്ഷിപ്പാൻ ദൈവം തീരുമാനിക്കുന്നു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ വരുമ്പോൾ, ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ഭൂമിയിൽ ആദ്യമായി ദൈവം മഴ പെയ്യിക്കുന്നത് മനുഷ്യവംശത്തെയും ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുവാൻ വേണ്ടിയാണെന്ന് നമ്മൾ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ 40 ദിവസം ഭൂമിയിൽ ആദ്യമായി മഴ പെയ്തതായി നമ്മൾ കാണുന്നു. 7-ാം അധ്യായം 23-ാം വാക്യം: ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി എന്ന് കാണുന്നു. എന്നാൽ ഇവയെ നശിപ്പിച്ചതിലൂടെ ദൈവം വളരെ പശ്ചാത്തപിക്കുന്നതായി നമ്മൾ കാണുന്നു. 8-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ
ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ നശിപ്പിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് ആകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. ദൈവം ഈ ഭൂമിയിലുള്ള സകലത്തെയും നശിപ്പിച്ചതിലൂടെ ദൈവം പശ്ചാത്തപിക്കുന്നതായി നമ്മൾ കാണുന്നു. ഇത് മുൻകൂട്ടി ദൈവം കണ്ടിട്ടാകണം രണ്ടാമത്തെ ദിവസത്തെ സൃഷ്ടിപ്പിനെ ദൈവം നല്ലത് എന്ന് കാണാതിരുന്നത്. ഈ നശിപ്പിച്ചത് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അലോസരമായി തോന്നാം. പക്ഷേ മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി മനുഷ്യവംശമാകെ നശിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യരെ മുഴുവനും നശിപ്പിച്ചിട്ട് ദൈവം നോഹയ്ക്ക് രക്ഷ നൽകിയത്. അതുകൊണ്ടാണ് നാം ഇന്ന് ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്നത്. മനുഷ്യവംശം ഇത്രത്തോളം വന്നതും അന്നുണ്ടായിരുന്ന മനുഷ്യരെ നശിപ്പിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ മാനവവംശം ഒരുപക്ഷെ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകുമായിരുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ദൈവം തൻ്റെ കൃപയാൽ നമ്മെ കാത്തുപരിപാലിക്കട്ടെ. ആമേൻ.